എന്റെ ദൈവം, പറഞ്ഞത് എന്റെ ദൈവം ആരുപേക്ഷിച്ചാലും എന്നെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. ഇത് ആരോടുള്ള ദൂതാണെന്ന് പറയല്ലേ? നീ പ്രാർത്ഥിച്ചില്ലേ എനിക്ക് ആരുമില്ല, നിന്റെ കണ്ണുനീര് വന്നില്ലേ ആരും എന്നെ കാണുന്നില്ല, നീ പറഞ്ഞില്ലേ എന്റെ അവസ്ഥ ആരും കാണുന്നില്ല, എന്റെ ദൈവം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്നെ കാണുന്ന ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് ദൈവമക്കളാകുന്ന നമ്മളുടെ പദവിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പദവി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെ പോലെ അല്ലെന്നേ, നമ്മൾ വ്യത്യസ്തതയുള്ളവരാ. നമ്മുടെ മുഖത്തും ഭാവത്തിനും ഒരു വ്യത്യാസം ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ 3-ാം അധ്യായം, എന്റെ വിഷയമല്ല, അപ്പോസ്തല പ്രവൃത്തിയുടെ 3-ാം അധ്യായം അതിലെ ഒന്നുമുള്ള വാക്യങ്ങൾ, സുന്ദരം എന്ന കവാടത്തെ കുറിച്ച് ഒന്ന് വായിച്ചാട്ടെ. ഈ പദം ശ്രദ്ധിച്ചു വായിക്കണേ. ശരിയായിട്ട് വായിച്ചോ. അമ്മാമൻ, പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റി നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ ഒന്ന് നോക്കിയേ. എന്റെ ദൈവാത്മാവ് പഠിപ്പിച്ചൊരു പാഠമുണ്ട് അവിടെ. പണ്ട് ഇവരാരായിരുന്നു? മുക്കുവർ. പറഞ്ഞ ആരാ? വെള്ളത്തിൽ മീൻ പിടിക്കുന്നവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, സമൂഹത്തിന് വെറുക്കപ്പെട്ടവർ, നല്ല ലാംഗ്വേജ് ഇല്ലാത്തവർ, എല്ലാ വിഷയങ്ങളും ഫെയിലായവർ. അവർ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭിക്ഷ യാചിക്കുന്ന വ്യക്തി ഇരുന്നു കൊണ്ട് പണത്തിന് വേണ്ടി ഭിക്ഷ യാചിച്ചപ്പോൾ അവർക്ക് ഭിക്ഷ കൊടുക്കുന്നതിന് പകരം ഇവർ പറയുക, എന്റെ കുഞ്ഞെ നീ ഒന്ന് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയേ, പണ്ടുള്ളതായ ഒരു ശോഭയല്ലല്ലോ, ഞങ്ങളുടെ അവസ്ഥ മാറിയില്ലേ, ഞങ്ങളുടെ സ്റ്റേറ്റസ് മാറിയില്ലേ, പണ്ട് കണ്ടതുപോലെ അല്ലല്ലോ, ഞങ്ങളുടെ മുഖമെന്ന് ശോഭിക്കുന്നില്ലേ. എന്നിട്ട് അടുത്ത പദം നോക്കിയിട്ട് പറയാ, ഞങ്ങളുടെ കയ്യിൽ എന്തില്ല? നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? പറഞ്ഞാട്ടെ, പണമുണ്ട്, വീടുണ്ട്, കൊട്ടാരമുണ്ട്, കാറുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, എന്തില്ല? എന്നിട്ട് പറയാ, യഹോവേ നീ നല്ലവനല്ലോ. അല്ലല്ലേ? പത്രോസും യോഹന്നാന്റെ ജീവിതത്തിലും ആ ഉയർപ്പിന്റെ ദൈവം വെളിപ്പെട്ടുവെങ്കിൽ, അവർ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരുടെ മുഖത്തൊരു ശോഭ കണ്ടെങ്കിൽ, ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഓരോരുത്തരുടെ ദേഹത്തും ഓരോരുത്തരുടെ മേലിലും അവരുടെ മുഖത്തും ദൈവത്തിന്റെ ശോഭ കാണണം. എന്നിട്ട് പറയുന്നൊരു വാക്യം എന്താണെന്നറിയാവോ? ഞങ്ങളുടെ കയ്യില് നിനക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ല, അല്ലെ? അതല്ലേ അതിനർത്ഥം? എന്താ പറഞ്ഞ, നിനക്ക് ഭിക്ഷ നൽകുവാൻ ഞങ്ങളുടെ കയ്യിൽ എന്തില്ല? കാശില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒന്നുണ്ട്. എന്താ ഉള്ളത്? യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചൊരു അധികാരമുണ്ട്. ഈ സഭയെ നോക്കി ദൈവം പറയുകയാണ്, നിങ്ങളെ കാണുമ്പോൾ സാധാരണപ്പെട്ടവരായി തോന്നല്ലേ, നിങ്ങൾക്കകത്ത് ഉയർപ്പിന്റെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി കണ്ടിട്ട് ചിലരൊക്കെ വഴിമാറണം. എത്ര പേർക്ക് അങ്ങനെ ഒരു സന്തോഷമുണ്ട്? എന്നെ കണ്ടാൽ ശത്രു വിറക്കണം, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു വരുന്നു എന്നല്ല, ചിതറുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദൈവം എവിടെ ഇരിക്കുന്നത്? പറഞ്ഞേ, ആ ദൈവം എവിടെ ഇരിക്കുന്നത്? അപ്പൊ എന്നെ കാണുമ്പം എന്തോ പറയണം? എടാ, ഈ ഭവനത്തിൽ പോയിട്ട് കാര്യമില്ല, ഇവനെ പീഡിപ്പിച്ചിട്ട് കാര്യമില്ല, ഇവന്റെ അടുക്കൽ എനിക്ക് അടുക്കുവാൻ സാധിക്കുന്നില്ല, കാരണം ഇവന് ചുറ്റും ഒരു തീവ്രതയുണ്ട്. അതാ ദൈവം നമ്മളെ. ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ ഒരു ഭാവഭേദം നമ്മളിൽ കാണണം. നമ്മൾ കാണുന്നവർ കണ്ടാൽ ചോദിക്കണം, സഹോദര സഹോദരി, നിന്റെ മുഖത്തൊരു വ്യത്യാസമുണ്ടല്ലോ, എന്താ അതിന്റെ കാരണം? അപ്പൊ പറയണം, ഞാൻ രാജാ
രാജാവിന്റെ മകള്, രാജാവിന്റെ മകന് എന്റെ തേജസ് മാറിയത് നിങ്ങൾക്കറിയത്തില്ല, എന്റെ അകത്തൊരു മാറ്റം വന്നത് നിങ്ങൾക്കറിയത്തില്ല. എന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഉയരത്തിലെ ചിന്തിക്കൂ. അപ്പൊ ഉയരത്തിലെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങൾ കൊണ്ടുവരും. സ്തോത്രം. നമുക്കില്ല ഇല്ല എന്ന് പറയുന്നതിലും ഇനി തൊട്ട് എന്ത് പറയണം? എല്ലാം പറഞ്ഞാൽ എല്ലാം ഉള്ളവരാണ് മക്കൾ ദൈവത്തിന്റെ. പറയാമോ ചേർന്ന് പറഞ്ഞ? എനിക്കില്ല എന്നല്ല, എനിക്കെല്ലാം ലഭിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ നടപ്പ്, സംസാരം, ഇരിപ്പ് എങ്ങനെയായിരിക്കണം? ഈ തൃപ്തി വന്നവരുടെ ഇരിപ്പ് കണ്ടിട്ടുണ്ടോ? ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ് തൃപ്തിയോടെ എന്തൊരു ആഹ്ലാദത്തോടെ അവര് ആ കൗച്ചിലേക്ക് ഇരിക്കുന്നത് അല്ലേ? അവർക്ക് നല്ല എന്തിനെ കുറിച്ചൊരു ഭാരം ഉണ്ടാവോ? ഒന്ന് ശരിക്കൊന്ന് ഭക്ഷണം കഴിച്ച് ആ കൗച്ചിലേക്ക് ഇരുന്ന് ഒന്ന് ഉറങ്ങാൻ നേരത്തെ അദ്ദേഹത്തെ എത്ര തട്ടിയാലും എഴുന്നേൽക്കത്തില്ല. സമാധാനത്തോടെ ഉറങ്ങുക എന്ന് പറഞ്ഞതുപോലെ തൃപ്തിയായത് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചാൽ ഒരു ശത്രു തട്ടി ഉണർത്തിയാലും ഉണരാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തിൽ ദൈവസമാധാനം ഉണ്ടാകും. അതാ ദൈവവചനം പറയുന്നത്, നമ്മുടെ അകത്ത് ദൈവത്തിന്റെ സമാധാനം വാഴുന്നതായിരിക്കണം. ഓക്കെ, അങ്ങനെ പറഞ്ഞുപോയി എല്ലാത്തിനും. അടുത്ത മൂന്നാമത്തെ വാക്യം. ഇത് കേട്ടോ, നിങ്ങൾ മരിച്ചു, ജീവൻ ക്രിസ്തുവിനോടുകൂടെ. എന്ന് പറഞ്ഞാൽ എന്റെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ പിതാവിൽ മറഞ്ഞിരിക്കുന്നതാകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണം? തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ. നമ്മുടെ വിഷയം മറക്കരുത്. എന്താ? അതുകൊണ്ട് 12ാം വാക്യമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് എന്നുള്ള പദത്തെ ആസ്പദമാക്കിയാണ്. ഒന്ന്, ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവർ ആകൊണ്ട്. രണ്ട്, സ്വർഗത്തിലെ അന്വേഷിക്കുന്നവരും ചിന്തിക്കുന്നവരും ആകൊണ്ട്. മൂന്നാമത്തെ കാര്യം എന്താ? എന്റെ ജീവൻ എന്റെ കയ്യിലല്ല, ആറയിലാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ജീവന് ഗ്യാരണ്ടി ഞാനല്ലെന്നേ, എന്റെ ജീവന് ഗ്യാരണ്ടി സഭയല്ലെന്നേ, എന്റെ ജീവന് ഗ്യാരണ്ടി എനിക്ക് ജീവൻ തന്നെ യേശുവാ. അതുകൊണ്ട് എത്ര വണ്ടി ഓടിച്ചിട്ടും നിന്റെ മേലിലേക്ക് ഒരു ട്രക്കും ഇതുവരെ കേറാതിരുന്നത്, നമ്മുടെ മക്കൾ പഠിക്കാൻ പോയിട്ട് തക്ക സമയത്ത് തിരിച്ചെത്തുന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ ജീവൻ അവനില. അതല്ലേ നമ്മുടെ സന്തോഷം. ഞാൻ ഇങ്ങനെ പറയാം, നമ്മൾ ഉയർത്തപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ഉയരത്തിലെ ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവന് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇങ്ങനെ വേണം പറഞ്ഞാൽ, എത്ര ക്യാൻസർ വന്നാലും, എത്ര ശക്തമായ വിരോധമുള്ള ആക്രോശിക്കുന്ന രോഗത്തിന്റെ കെട്ട് നമ്മളെ പിടിച്ചാലും, ഇന്ന് ഭാഗ്യവേളയിൽ തിരിച്ചറിയുക, എന്റെ ജീവനെ തൊടണമെങ്കിൽ എനിക്കൊരു നാഥനുണ്ട്, അവനറിയാതെ ഒന്നും നടക്കില്ല. എത്ര പേരുടെ ചരിത്രം കേൾക്കണമെന്നറിയാമോ? മരിച്ച എന്നെ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്. ഇപ്പൊ പി.ടി. മാസ്റ്റർ മരിച്ചു പോയതായിട്ട് കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ അനിയൻ കെ. തോമസ് സാറ്, പുള്ളി കോവിഡിന്റെ സമയത്ത് തലാമിക് ബ്ലീഡിങ്, തലാമിക് ബ്ലീഡിങ് വന്നിട്ട് ബ്രെയിൻ പൊട്ടിയിട്ട് ബോധരഹിതനായി കട്ടിലെ കിടക്കുക. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞറിയോ? ആയുസ്സിൽ നിങ്ങളുടെ കരം ചലിക്കത്തില്ല, ആയുസ്സിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഞാൻ സംസാരിക്കത്തില്ല, ഡോക്ടർ പറഞ്ഞു എന്റെ കരം ചലിക്കത്തില്ല, എന്നാൽ എന്റെ ദൈവത്തിന്റെ കയ്യിൽ എന്റെ ജീവൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും. സന്തോഷം കേൾക്കണോ? ആ മനുഷ്യനാ ഞങ്ങളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ ആ കട്ടിലിൽ കിടക്കുന്ന സമയത്താണ് യെശയ്യാവിന്റെ പ്രവചനം എന്ന ഗ്രന്ഥം താൻ എഴുതിയത്. ഈ ദൈവം നമ്മുടെ ദൈവം അല്ലേ? ഇങ്ങനെ ഒന്ന് വിളിച്ചു പറയണം, രോഗത്തിന്റെ എത്ര കെട്ടെന്നെ കെട്ടി മുറുക്കുവാൻ സാധിച്ചാലും, മരണകരമായ ആപത്ത് എന്നെ മാടി വിളിച്ചാലും ഞാൻ അതിൽ കുടുങ്ങി പോകുകയില്ല. കാരണം എന്നെ സൂക്ഷിക്കുന്നവരുണ്ട്. അതായിരിക്കണം വിശ്വാസം, അതാണ് നമ്മുടെ ധൈര്യം. എടാ, ഒരു കൊതുക് കടിച്ചാൽ വാടുന്നവരല്ലേ നമ്മൾ? അല്ല,
വിശ്വാസമുണ്ട്. എന്റെ ജീവൻ കർത്താവിലാണ്. പറഞ്ഞാൽ എന്റെ ജീവൻ, നിങ്ങൾ പറയുന്ന ഒരു വാക്ക് അവരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂതാണ്. നമ്മൾ പരിസ്ഥിതി അനുസരിച്ച് നമ്മൾ പഠിക്കല് നമ്മുടെ പ്രാർത്ഥനയുടെ കുറവോ നമ്മുടെ തെറ്റിന്റെ കുറവോ അല്ല. ഇന്ന് രാത്രിയിൽ ഒരു വിശ്വാസം മനസ്സുറവെടുത്ത് പറയണം, എന്റെ അകത്തൊരു ദൈവമുണ്ട്. എന്റെ ജീവൻ കാവലായി, എന്നെ കാണും രാത്രി മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി എന്നെ പരിപാലിക്കുന്ന എനിക്കൊരു നാഥനുണ്ട്. അങ്ങനെയല്ലേ ദൈവത്തെ കുറിച്ച് പറഞ്ഞത്? ഇസ്രായേലിന്റെ പരിപാലകൻ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയാലും എന്റെ അടുക്കൽ വന്ന് ഒരു കാരണവശാലും രാത്രിയിൽ ഒരു അറ്റാക്ക് വരരുതേ എന്ന് പറഞ്ഞ് എന്നെ കാത്തു സൂക്ഷിച്ച് എന്റെ അടുക്കൽ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പോസ്തലന്മാർ മരണത്തിനൊരു വലിയ വില ഒന്നും കൽപ്പിച്ചില്ലായിരുന്നു. വരട്ടെ പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏതാ വരേണ്ടത് ഇങ്ങോട്ട് പോരെന്നാ പറയുന്നത്. അതായത് കഷ്ടതയോ ആ വാക്യം ഒന്ന് വായിച്ചാൽ 8-ാം അധ്യായം റോമാലേഖനം ഇത് വായിക്കുക പെട്ടെന്ന്. 8-ാം അധ്യായം 35-ാം വാക്യം പോലെ ഇതൊന്ന് ശരിക്കും വായിച്ചോളെ, മനസ്സിരുത്തി. എന്തൊക്കെയാ മോളെ? കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്. വായിച്ചു വായിക്കൊണ്ട് ഇടവിടാതെ കൊല്ലുന്നു. ആര്? ഇതെല്ലാം ഇല്ലെന്നല്ല പറഞ്ഞത്. പറഞ്ഞാലേ കഷ്ടതയുണ്ട്. നിങ്ങൾ മിണ്ടായിരിക്കില്ലേ? പറഞ്ഞാലേ കഷ്ടത ഉണ്ട്. പേടിക്കാതെ പറയുന്നത്, ധൈര്യത്തോടെ പറഞ്ഞോ. നമുക്ക് കഷ്ടത ഉണ്ടതേ. ഞാനല്ല പറയുന്നത്, ബൈബിൾ പറയുന്നു. ഇനി ഏതൊക്കെ വലിയ പാസ്റ്റർ പറഞ്ഞാലും കഷ്ടത്തിലാവും. കർത്താവേ വെറുതെ വിളിച്ചാണല്ലോ ഈ പാസ്റ്റർ, കഷ്ടത പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചത്. ഞാൻ പറയുന്നതല്ല, കർത്താവ് പറയുന്നതാ. ആ പദം വായിച്ച ഒന്നുകൂടെ വായിച്ച നിങ്ങൾ മനസ്സിലായെന്ന് നോക്കി. കഷ്ടത, സങ്കടം. അപ്പൊ എന്തോട്ട്? കഷ്ടതയുണ്ട്. പറഞ്ഞാൽ കഷ്ടതയുണ്ട്. എല്ലാരും പറ കഷ്ടതയുണ്ട്. സങ്കടത്തിനുള്ള കാരണം വരും. ഉപദ്രവം ഉണ്ടാവും. പട്ടിണി. നിങ്ങൾ കിടക്കുമെന്ന് അറിയത്തില്ല, ഞങ്ങളെ ഉള്ളവർക്ക് കിടന്നിട്ടുണ്ട്. സോറി, അത് നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. വായിച്ചോ. നഗ്നതയോ ആപത്തുണ്ടാകും. ആമേൻ. പൗലോസിന് ആപത്തുണ്ടായോ? യെസോർണോ? കപ്പൽ ഛേദമുണ്ടായോ? ആയുഷിന് എന്തെങ്കിലും പറ്റിയോ? പാമ്പ് കടിയേറ്റില്ലേ? മരിച്ചു വീണോ? ഹലോ, എന്താ കാരണം എന്നറിയാവോ? പൗലോസിന് അറിയാം, എന്റെ ജീവൻ യേശുവിലാണ്. എന്റെ ജീവൻ യേശുവിലാണ്. എന്നെ കടിക്കുന്ന പാമ്പ് എന്നെ കടിച്ചാലും ഞാൻ മരിക്കാതിരിക്കുന്നതിന്റെ കാരണം എനിക്ക് നിശ്ചിത ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തായി ഒരു പിശാചും എന്നെ തൊടരുത്. അപ്പൊ എന്തുകൊണ്ട് മോളെ? ആപത്ത് ഉണ്ട്. പറഞ്ഞാലോ ഉണ്ട്. അല്ലെങ്കിൽ പറഞ്ഞ വരണം ആപത്ത്, എങ്കിലേ യേശുവിന്റെ കരുതൽ തിരിച്ചറിയൂ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവർ എത്രയോ ആപത്ത് ഒഴിഞ്ഞു പോയവരാണെന്ന് അറിയാവോ? എത്രയോ ആളുകളെ ഉപേക്ഷിച്ചവരാണെന്ന് അറിയാവോ? എത്രയോ ഡോക്ടർമാർ വിധി പറഞ്ഞിട്ടുണ്ട്, നീ നന്നാകത്തില്ല, നിന്റെ ജീവിതം ശരിയാകത്തില്ല, നിന്റെ രോഗം മാറത്തില്ല. എന്നാൽ ഇവിടെ വന്ന് ആരാധിക്കുന്നതിന്റെ കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ മഹത്വമല്ല, നിന്റെ അകത്തെ ജീവൻ യേശുവിൽ മറഞ്ഞതുകൊണ്ട്. പെട്ടെന്ന് സമയം പോകുന്ന ആപത്ത് വാളുകൊണ്ട് വെട്ടാൻ വരിക. നിന്റെ നിമിത്തം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഇടവിടാതെ. എന്നിട്ടും ചാകുന്നില്ല എന്ന് ചിന്തിപ്പിച്ച കാര്യമല്ല. ഇടവിടാതെ കൊല്ലുന്നു. എന്നിട്ട് താഴെ പോയിട്ടേ അറുക്കുവാനുള്ള ആടിനെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കസാപ്പ് ചെയ്യാൻ ആളുകൾ നിൽക്കാതെ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ, ഇത് കേട്ടോ, നാമോ, ഇത് കേൾക്ക് ശരിക്ക്. നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും, അതോടെ ചേർന്ന് പറ, ഇതിലൊക്കെയും എന്ന് പറഞ്ഞാൽ കഷ്ടത്തെ ഞാൻ ജയിച്ചു.
2 ദിവസം അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത് പോയി പിന്നെ ചിന്തിക്കുന്നത് എന്തോ തലയ്ക്ക് പറ്റിയിട്ടുണ്ട് അല്ലെ. ഒന്ന് കഠിനമായിട്ട് 2 ദിവസം ശക്തി തല പൊട്ടുന്ന പോലെ വേദന എടുക്കട്ടെ. പാരസെറ്റമോൾ ഇവിടെ കിട്ടുള്ളൂ, സ്വത്രം. അത് കഴിച്ചിട്ടാണെങ്കിലും എന്തുമില്ല, കുറവില്ല, കണ്ടിന്യൂസ് ആയിട്ട് വേദന. അകത്ത് മറ്റവൻ പറയും, എടാ മോനെ നിന്റെ തലയ്ക്കകത്ത് ഏതോ ഒരു ചെറിയത് വളർന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത് ഇതും വെച്ചുകൊണ്ട്, എന്റെ ഡോക്ടറെ 2 ദിവസമായി എങ്ങനെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നതിലും ഉണ്ടോ? ഡോക്ടർ എത്ര ടെസ്റ്റ് ചെയ്താലും ഒന്നും കാണുന്നില്ല. പിറ്റേ ദിവസവും തലവേദന മാറുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഇനി ഇങ്ങനെ ഒരു തൂത് പറയാം, ഇത് നീ ഡോക്ടറെ കണ്ടാൽ മാറുന്ന സംഭവമല്ല. ഇത് നിന്റെ ജീവിതത്തിൽ വന്നത്, ഇതിനകത്ത് നിനക്കൊരു ജയം ദൈവത്തിന് വേണം. അതാ ദൈവം. അങ്ങനെയല്ലേ ബൈബിൾ പറഞ്ഞത്? ഇതിലൊക്കെയും ചേർന്ന് പറ, ഇതിലൊക്കെയും പരാജയത്തെ കയറി നിന്നിട്ട്, കഷ്ടതയിൽ കയറി നിന്നിട്ട്, രോഗത്തിൽ കയറി നിന്നിട്ട് എന്റെ കേൾക്കുന്ന ദൈവമക്കളാകുന്ന നമ്മൾ ഒരുമിച്ച് വരാ. ഇതിലൊക്കെയും ഞാൻ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. അതാണ് ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന ഒരു ഗുണം. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ എന്റെ ജീവനെ വിലയേറിയതായി. നമ്മളാണെങ്കിൽ അതിനെ എണ്ണിക്കൊണ്ടിരിക്കുക, എന്ന് 2 രൂപ കൂടുതൽ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഡെയിലി കർത്താവെ വേറെ ഒന്നും കൂട്ടില്ലേ, ആയുസ് കൂട്ടണേ എന്ന പ്രാർത്ഥന. നല്ലതാ, കൂട്ടട്ടെ. പക്ഷെ പൗലോസ് പറയുന്നത് എന്താ? ജീവിക്കുന്നുവെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ല. മരിക്കുന്നുവെങ്കിൽ ആരെയും പറയൂ. മനസ്സിലാകുന്നുണ്ടോ? കാരണം എന്താണെന്നറിയോ? പൗലോസിന്റെ മനസ്സും ചിന്തയും ഉയരത്തിലാണ്. തന്റെ ജീവൻ തന്റേതല്ല, ക്രിസ്തുവിന്റെ അധികാരത്തിലാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ പറയാ, എനിക്ക് എന്റെ ജീവൻ വിലയേറിയതായി തോന്നാത്തത്, എന്റെ ജീവൻ വിലയേറിയതായി എണ്ണുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ജീവൻ എനിക്ക് വിലയില്ലെങ്കിൽ ആർക്കും വില ഉണ്ടെന്ന്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇതിനെ കൊണ്ടാതൊന്നും ഞാൻ പേടിക്കത്തില്ലെന്നേ. പൗലോസിന് ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. കപ്പൽ ഛേദം, അകത്തും പുറത്തും പീഡനം, കഷ്ടത, നഗ്നത, ആപത്ത്, വാള്, കള്ളന്മാരുള്ള ആകത്ത്, പട്ടിണി, ഉറക്കുറപ്പ് എന്ന് വേണ്ട 5 പ്രാവശ്യം കോലുകൊണ്ടടി. ഇതൊന്നുകൊണ്ട് എനിക്ക് എന്റെ ജീവന് ഹാനി വരാതിരുന്നത് എന്റെ പ്രാഗൽഭ്യമല്ല, എന്റെ ജീവൻ മറച്ച് എന്നെ സൂക്ഷിക്കുന്നത് നാളെ. വിശ്വാസമുണ്ട്. കരം കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, നിന്റെ ജീവന് ഹാനി വരുവാൻ ദൈവം അനുവദിക്കണം. പറഞ്ഞാൽ ചേർന്ന് പറ, നമ്മുടെ ജീവന് ഹാനി വരണമെങ്കിൽ ദൈവം വിചാരിക്കണം. ഇത് തിരിച്ചറിഞ്ഞ് വന്ന വ്യക്തിയാണ് ഞാൻ. ഡോക്ടർ ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു, ഇവിടെ ഉണ്ടായെന്ന് അറിയത്തില്ല, കാറിൽ വെച്ച് അങ്ങനെ പറഞ്ഞു, എന്റെ ജീവൻ പോയതാ. കോവിഡ് വന്ന് പിടിച്ച് മുറുക്കി എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യ. ഞാൻ ശ്വാസം എടുക്കുമ്പോ ചുമ വരുമ്പോ ഛർദ്ദിക്കുന്നത് കംപ്ലീറ്റ് ബ്ലഡാ. ആരുമില്ല, റൂമിൽ ഏകാന്തത, ആരും സഹായിക്കാനില്ല. ഡോക്ടർമാർ വേണമെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാലും പേടിച്ചു വെച്ചു. അങ്ങനെ എന്താണ്, ബഹിരാകാശത്ത് നിന്ന് വരുന്ന പോലെ ഡ്രസ്സ് ധരിച്ചോണ്ടാ ഇപ്പോൾ കാലം എന്നെ പൊക്കിക്കൊണ്ടുപോകുന്നു പറഞ്ഞു. ഞാൻ അവരെ അഭിമാനിക്കുന്നു. കാരണം അങ്ങനെയുള്ളവർ വന്ന് ഞങ്ങളുടെയൊക്കെ അവിടെ ഇവിടേക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ അവിടെ ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പം ഒരു പരിധിക്കപ്പുറം നിന്ന് അവർ ചോദിക്കും വിഷയം, എന്നിട്ട് ഗുളിക പൊതിഞ്ഞിട്ട് എറിഞ്ഞിട്ട് കൊടുക്കും. അത്രയ്ക്ക് പേടിയായിരുന്നു അവർക്ക്. അപ്പൊ ആ പേടിയിൽ എനിക്കും കുടുങ്ങി.